ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. തമ്പനയിൽ നിങ്ങൾ കണ്ട പോലെ അരിയും അരിപ്പൊടിയും ചേർക്കാതെ എങ്ങനെ ഈസിയും പെർഫെക്റ്റുമായിട്ടുള്ള പാലപ്പം റെഡിയാക്കാമെന്ന് നോക്കിയാലോ. അതും വെറും 1 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഈ പാലപ്പം ഉണ്ടാക്കുന്നത്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് അരി ചേർത്തിട്ടില്ല എന്ന് ഒരു മനുഷ്യരും പറയുകയില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 12 പാലപ്പം റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അളവുകളാണ് ഞാൻ പറയുന്നത്. ആദ്യമേ തന്നെ 1 കപ്പ് റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വറുത്ത റവയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് അവലിട്ട് കൊടുക്കുക. വെള്ള അവലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി, ഏത് അവലിട്ടാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. 1.25 കപ്പ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് സോക്കായി കിട്ടും. 5 മിനിറ്റത്തേക്ക് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയേ, ഈ റവയും അവലും ഈ വെള്ളവും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതിലേക്കൊരു 3/4 കപ്പ് തേങ്ങാ വെള്ളമാണ് കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങാ വെള്ളമാണ്. അത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരിക. കണ്ടോ, ഇതേപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 1 മണിക്കൂർ അടച്ച് വെക്കുക കേട്ടോ. 1 മണിക്കൂർ അടച്ച് വെക്കണം. അതേപോലെ നാളികേരത്തിൻ്റെ വെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണേ. അടച്ച് വെച്ച് കഴിഞ്ഞ് നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എങ്ങനെയായെന്ന് നോക്കാം. അതിപ്പോൾ നന്നായിട്ട് റെഡിയായി കിട്ടും മാവ്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടേ. മാവ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലതായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഉപ്പൊക്കെ നേരത്തെ ഇട്ടതാണ്, അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിത് എപ്പോൾ വേണമെങ്കിലും 1 മണിക്കൂർ മുന്നേ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല പാലപ്പം ചുട്ടെടുക്കാം. ഇനി ഇതേപോലെ കല്ല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ തൂത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാവ് കോരി ഒഴിക്കണ്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ചുറ്റിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡ് ഇങ്ങനെ ചെറിയ ബബിൾസ് വന്നു കഴിഞ്ഞിട്ട് ഒരു മൂടി കൊണ്ട് അടച്ചു വയ്ക്കാം. ഒരു 10-25 സെക്കൻഡിനുള്ളിൽ തന്നെ നന്നായിട്ട് വെക്കും. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. നല്ല സോഫ്റ്റുമാണ് കേട്ടോ, നല്ല സോഫ്റ്റുമാണ്. നമുക്ക് കുറച്ചുകൂടെ നല്ല മൊരിഞ്ഞ് കിട്ടണേ ആ രീതിയിലെടുക്കാം. ഇവിടെ എല്ലാവർക്കും മൊരിഞ്ഞെടുക്കുന്ന ആ രീതിയിലുള്ള പാലപ്പമാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പാലപ്പം നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. രാവിലെ നമുക്ക് ഇതിങ്ങനെ രാവിലെ തന്നെ മാവ് അരച്ച് 1 മണിക്കൂറിനുള്ളിൽ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. കണ്ടാൽ മറ്റ് അരി ചേർക്കാത്ത പാലപ്പമാണെന്ന് ആരും പറയുകയില്ല. അപ്പോൾ നല്ല ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പാലപ്പമാണ്. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ചാനലൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.